ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെ തീർത്ഥാടനം നടത്തുന്ന നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മക്കബായരുടെ ചരിത്രത്തിലാണ്. മക്കബായരുടെ ചരിത്രം ഒരുപാട് പ്രത്യേകതകളുള്ള ചരിത്രമാണ്. ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രം, ഒരു ജനതയുടെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുടെ ചരിത്രം, പുരോഹിത കുടുംബം ആയിരുന്ന ഒരു കുടുംബം രാഷ്ട്രീയപരമായ നേതൃത്വം ഏറ്റെടുത്തതിൻ്റെ ചരിത്രം. ആ കുടുംബത്തിൻ്റെ പേര് ഹസ്മോണിയൻ കുടുംബം എന്നായിരുന്നു. ഹസ്മോണിയൻ പുരോഹിത കുടുംബത്തിലെ മത്താത്യാസിൻ്റെ ചരിത്രം. മത്താത്യാസ് എന്ന പുരോഹിതനും അയാളുടെ മക്കളും അവരെ വേട്ടയാടിയ അക്കാലത്തെ സെലൂക്യ രാജാവ് അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ്റെ അതിക്രൂരമായ മതമർദ്ദനങ്ങൾക്കെതിരെ, മതനിരാസങ്ങൾക്കെതിരെ തലയുയർത്തി പോരാടിയ ഒരു ജനത്തിൻ്റെ ചരിത്രം. അതാണ് മക്കബായരുടെ ചരിത്രം എന്നത്. ഈ മക്കബായരുടെ ചരിത്രത്തിലൂടെയുള്ള തീർത്ഥാടനം നടത്തിക്കൊണ്ട് ആ മക്കബായരിലെ പ്രധാനികളായ മത്താത്യാസിൻ്റെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ മക്കബായരിലെ ഏറ്റവും പ്രധാനിയായിരുന്ന യൂദാസ് മക്കബേയൂസിൻ്റെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ആ മക്കബായരിലെ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ജോനാഥാൻ്റെ കഥയാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ജോനാഥാൻ്റെ രാഷ്ട്ര തന്ത്രജ്ഞത, അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള സഖ്യങ്ങളുടെ കഥ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. ജോനാഥാൻ ഒരേ സമയം റോമയിലേക്കും സ്പാർത്തയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ, ഡിപ്ലോമാറ്റ്സിനെ അയക്കുകയാണ്. എന്താണ് ലക്ഷ്യം? റോമക്കാരുമായി യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്ത് തന്നെ നിലവിലിരുന്ന ഒരു സഖ്യമുണ്ട്, ഒരു സൗഹൃദമുണ്ട്. അതിനെ നവീകരിക്കണം. അതുപോലെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്പാർത്തക്കാരും യഹൂദരും തമ്മിൽ ഒരു സൗഹൃദത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട്. അതൊരു കത്തിൽ നിന്നും വ്യക്തമാണ്. ഒരു കാലത്ത് സ്പാർത്തക്കാരുടെ രാജാവായിരുന്ന ആരിയൂസ് യഹൂദരുടെ പ്രധാന പുരോഹിതനായിരുന്ന ഓനിയാസിനെ അയച്ച സൗഹൃദത്തിൻ്റെ കത്ത്. അങ്ങനെ ചുരുക്കത്തിൽ റോമക്കാരും സ്പാർത്തക്കാരുമായുള്ള തങ്ങളുടെ സൗഹൃദത്തിൻ്റെ സഖ്യത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ജോനാഥാൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ, ഡിപ്ലോമാറ്റ്സിനെ അയക്കുന്നു. രണ്ടിടത്തു നിന്നും വളരെ പോസിറ്റീവായ, ഭാവാത്മകമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. റോമക്കാരും അതുപോലെ തന്നെ സ്പാർത്തക്കാരും യഹൂദരുമായുള്ള തങ്ങളുടെ ബന്ധത്തെ അമൂല്യമായി കാണുകയും തങ്ങളുടെ എല്ലാ സംരക്ഷണവും സുരക്ഷയും യഹൂദർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന ജോനാഥാൻ നടത്തുന്ന ഏതാനും സൈനിക നീക്കങ്ങളുടെ, സൈനിക മുന്നേറ്റങ്ങളുടെ കഥ 12-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ ഈ സമയം എല്ലാവരും ഒന്ന് വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം.
മക്കബായരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 24 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദെമിത്രിയൂസിൻ്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് പ്രവേശിച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജോനാഥാൻ തൻ്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിന് ചുറ്റും ഉപരക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി. പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥാനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുത്തരുസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥാൻ സബദിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ശിമയോൻ, അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ദെമിത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നവൻ കേട്ടിരുന്നു. അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. ജോനാഥാൻ തിരിച്ചു വന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കുമിടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവൻ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായവർ ഒന്നിച്ചുകൂടി കിഴക്ക് വശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ശിമയോൻ ഷെഫാലായിലെ ആദീദ നിർമ്മിച്ചു. ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ജോനാഥാൻ്റെയും സഹോദരൻ ശിമയോൻ്റെയും നേതൃത്വത്തിൽ നടന്ന ചില സൈനിക നീക്കങ്ങൾ, ചില നിർമ്മാണ പ്രവൃത്തികൾ എന്നിവയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം. മക്കബായരുടെ പ്രതാപം അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയം ദെമിത്രിയൂസിൻ്റെ സൈന്യം വീണ്ടും ജോനാഥിനെതിരെ വരികയാണ്. ദെമിത്രിയൂസിൻ്റെ സേനാധിപന്മാർ മുൻപത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല.
ഇത്തരത്തിൽ ജോനാഥാനെതിരെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടി വരുന്ന ദെമിത്രിയൂസിൻ്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി ചങ്കൂറ്റത്തോടെ അങ്ങോട്ടേക്ക് പോകുന്ന ജോനാഥനെയാണ് നമ്മൾ കാണുന്നത്. അവസാനം ഈ സൈന്യം ഒരു യുദ്ധത്തിന് പോലും, നേരിട്ടൊരു യുദ്ധത്തിന് പോലും കാത്തു നിൽക്കാതെ ജോനാഥാൻ്റെ കരുത്തിനും യുദ്ധതന്ത്രങ്ങൾക്ക് മുൻപിൽ പതറി ഭയന്നോടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി എന്നാണ് പറയുന്നത്. അതായത് നേരിട്ട് ഒരു യുദ്ധത്തിന് പോലും നിൽക്കാതെ ഒളിച്ചോടുന്ന ശത്രു സൈന്യം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണവർ പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് രാത്രിയിൽ തന്നെ പിൻവാങ്ങുന്നത്, യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോകുന്നത്? അതായത് ഇവർ യുദ്ധമുഖത്ത് നിന്ന് ഭയന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇവരുടെ പാളയത്തിൽ വിളക്ക് കൊളുത്തിയാൽ ജോനാഥാനും അദ്ദേഹത്തിൻ്റെ പടയാളികളും ചിന്തിക്കും, ഇവർ ഇപ്പോഴും പാളയത്തിൽ തന്നെ ഉണ്ട് എന്ന്. അങ്ങനെ രാത്രി മുഴുവൻ പാളയത്തിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുസൈന്യം പാളയത്തിൽ തന്നെ ഉണ്ട് എന്ന ധാരണയിൽ ജോനാഥാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അവരുടെ അതിർത്തികളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം, സൈന്യം പാളയത്തിനുള്ളിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ഇവർ തങ്ങളുടെ അതിർത്തികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഓടി നദി കടന്ന് വിദൂരത്തിലെത്തി രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഈ സൈന്യത്തിൻ്റെ ബുദ്ധിയാണത്. അപ്പോൾ വിളക്ക് കൊളുത്തി വച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവരവിടെ ഇല്ല, അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. രാവിലെ ആകുമ്പോഴാണ് ജോനാഥനും കൂട്ടരും അറിയുന്നത് വിളക്ക് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു സൈനികൻ പോലും ബാക്കിയില്ല. അതുകൊണ്ട് ഇവരെ പിന്തുടർന്ന് നോക്കി. പക്ഷേ അപ്പോഴേക്കും അവർ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അവർ കടന്നുപോയിരുന്നു. അല്ലെങ്കിൽ ഇവർ വിളക്ക് കൊളുത്താതെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സൈന്യത്തിലുള്ള മുഴുവൻ പേരും അന്ന് രാത്രി കൊല്ലപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് അവർ വിളക്ക് കൊളുത്തി കടന്നുപോയതിനെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരം പുലരും വരെ ഇക്കാര്യം അറിഞ്ഞില്ല. ഇവർ വിട്ടുപോയ കാര്യം അവരറിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കാം സുശക്തമായ ഒരു സൈന്യം ഒരു യുദ്ധത്തിന് പോലും, ഏറ്റുമുട്ടലിന് പോലും നേരിട്ട് നിൽക്കാതെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് പരാജയം സംഭവിച്ച് ഇത്തരത്തിൽ ഭയന്ന് തിരികെ ഓടുന്നത്? ഒറ്റ കാരണമാണ് അതിനുള്ളത്. ജോനാഥാൻ എന്ന നേതാവിൻ്റെ അസാധാരണമായ നേതൃവൈഭവം. രാത്രിയിൽ ശത്രുക്കൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായി വിവരം കിട്ടുമ്പോൾ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന നേതാവിൻ്റെ ആ വലിയ നേതൃത്വം, രാത്രിയിൽ ഉണർന്നിരിക്കാൻ ജാഗ്രതയോടെ സൈന്യത്തെ സജ്ജമാക്കുന്ന ജോനാഥൻ്റെ ആർജവം, നേതാവിൻ്റെ ജാഗ്രതയും മുൻകരുതലും ജനത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നേതാവിൻ്റെ ജാഗ്രത, നേതാവിൻ്റെ കരുതൽ, നേതാവിൻ്റെ മുന്നൊരുക്കം, നേതാവിൻ്റെ ഉറക്കൊഴിവ്, അതാണ് ഒരു ജനതയുടെ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ ദെമിത്രിയൂസിൻ്റെ സൈന്യവുമായി ഒരു ഏറ്റുമുട്ടൽ പോലുമില്ലാതെ തങ്ങൾക്ക് ലഭിച്ച വലിയ ഈ വിജയത്തിന് ശേഷം ജോനാഥനും ശിമെയോനും അവർ ജെറുസലേമിനെ ശക്തിപ്പെടുത്താൻ, അവരുടെ തലസ്ഥാന നഗരിയെ, ദേവാലയ നഗരിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായി അവരെന്താണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജോനാഥാൻ തിരിച്ചു വന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി
യൂദയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്ക് വശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നത് കണ്ടു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ജോനാഥാൻ യൂദായുടെ വടക്ക് ഭാഗം, നോർത്തേൺ സൈഡ്, അത് സുരക്ഷിതമാക്കുകയാണ്. മതിൽ പുതുക്കിപ്പണിതുകൊണ്ട്, കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് യൂദയായുടെ വടക്കേ ഭാഗം ജോനാഥാൻ സുരക്ഷിതമാക്കിയപ്പോൾ യൂദയായുടെ തീരപ്രദേശങ്ങളെ സുരക്ഷിതമാക്കാനാണ് സഹോദരൻ ശിമയോൻ ശ്രമിച്ചത്. ശിമയോൻ ഷെഫാലായിലെ ആദീദ നിർമ്മിച്ചു. ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി എന്ന് പറയുന്നു. ഇത് നേതാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിൻ്റെ സുരക്ഷ അത് നേതാവിൻ്റെ കടമയാണ്. ജോനാഥാൻ രാത്രി മുഴുവൻ ജാഗരൂകനായി ഉണർന്നിരുന്നു. ആത്മീയ ജാഗ്രത ഇന്ന് നമുക്കും ആവശ്യമാണ്. നമ്മുടെ സമകാലിക പശ്ചാത്തലത്തിൽ, ആത്മീയ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വംശനാശം പോലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഉണർന്നിരിക്കുന്നവരാകാൻ, ജാഗരൂകരാകാൻ, ജോനാഥനെ പോലെ ജാഗരൂകരായി നിൽക്കാനുള്ള ഒരു മനസ്സ്, ഉറപ്പ് നമുക്കുണ്ടാകണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുപോലെ മക്കബായർ ജെറുസലേമിൻ്റെ മതിലുകൾ പണിതതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും വിശ്വാസ സംരക്ഷണത്തിൻ്റെ ആത്മീയ മതിലുകൾ പണിയാൻ ഇതാ സമയമായിരിക്കുന്നു. ആത്മീയ മതിലുകൾ പണിയപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വചന പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നമ്മുടെ തന്നെ കൂട്ടായ്മകളിലൂടെ വിശ്വാസ മതിലുകൾ പണിയപ്പെടേണ്ട കാലമാണിത്. ജാഗ്രതയോടെ പ്രാർത്ഥിക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ആത്മീയ മതിലുകൾ നമ്മൾ ശക്തമാക്കണം. ഈ വചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം ഇതാണ്: ഈ വചനത്തെ ധ്യാനിക്കുന്ന നിൻ്റെ ആത്മീയ മതിലുകൾ ശക്തമാണോ? നിൻ്റെ ആത്മീയ മതിലുകൾക്ക് എവിടെയെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ നമ്മുടെ ആത്മീയ മതിലുകൾക്ക് അപജയം സംഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നത്. ആത്മീയ മതിലുകൾ പുതുക്കപ്പെടാൻ, പണിയപ്പെടാൻ ഉള്ള കാലമായി എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി മക്കബായരുടെ മഹോന്നതനായ ഈ നേതാവ് ജോനാഥാൻ്റെ അവസാന കാലത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. ജോനാഥാൻ ശത്രുകരങ്ങളിൽ അകപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ മരണവും ഉൾപ്പെടുന്ന വചനഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 39 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഈ സമയം ഒന്ന് വായിക്കാം. ദീർഘമായ ഒരു വചനഭാഗമായതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 39 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും തീഫോ
പരിശ്രമിച്ചു. ജോനാഥാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥാനെ പിടികൂടി വധിക്കുന്നതിന് അവസരമന്വേഷിച്ച് അവൻ സൈന്യവുമായി ബെത്ത്ഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥാൻ ബെത്ത്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രീഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രീഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥനോട് പറഞ്ഞു, നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിന് ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളമായിസിലേക്ക് വരിക. ഞാൻ അതും മറ്റ് ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോനാഥാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവർ യൂദാദേശത്തേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊത്ത് നിർത്തി. അതിൽ 2000 പേരെ ഗലീലിയിൽ നിയോഗിച്ചു. 1000 പേർ അവനെ അനുഗമിച്ചു. ജോനാഥാൻ ടോളമായിസിൽ വന്നയുടനെ അവിടുത്തുകാർ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥാൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രീഫോ ഗലീലിയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥാൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊപ്പമുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. ജോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ചതിയുടെ കഥയാണ്. മഹാനായ ഒരു നേതാവിൻ്റെ വീഴ്ചയുടെ കഥ. മക്കവായ കുടുംബത്തിലെ മഹാനായ നേതാവ് ജോനാഥാൻ്റെ ദുഃഖകരമായ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. യഹൂദരുടെ മഹാപുരോഹിതൻ, സൈനിക നേതാവ്, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ ശക്തനായിരുന്നു ജോനാഥാൻ. എന്നാൽ ഈ ജോനാഥാൻ ഒരു വഞ്ചനയിൽ വീണു പോവുകയാണ്. ട്രീഫോ എന്ന സിറിയൻ സൈന്യാധിപൻ വഞ്ചനയിലൂടെയാണ് ജോനാഥനെ പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ട്രീഫോയും ജോനാഥനും ബെത്ത്ഷാൻ എന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നു. ട്രീഫോ പറഞ്ഞിട്ടാണ് ജോനാഥാൻ വരുന്നത്. ഇങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടാനായി വരുന്ന സമയത്ത് ജോനാഥനോടൊപ്പം 40,000-ഓളം പടയാളികളുണ്ടായിരുന്നു. ശക്തരായ 40,000-ഓളം പടയാളികൾ. ഇത് കണ്ട് ട്രീഫോ ഭയന്നു. ട്രീഫോ ജോനാഥനോട് വലിയ ആദരവുകൾ, ബഹുമാനമെല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, എന്തിനാണ് ഇത്രയും ആളുകൾ? നമ്മൾ യുദ്ധത്തിന് വന്നതല്ലല്ലോ, നമ്മൾ സമാധാനത്തിൽ വന്നതാണ്. മാത്രവുമല്ല,
ടൊളമായിസിലെയും മറ്റ് ശക്തിദുർഗങ്ങളിലെയും പട്ടാളക്കാരെയും ആ സ്ഥലങ്ങളെ കൂടി നിനക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ കൂടെയുള്ള ഈ 40,000 പേരെയൊക്കെ പറഞ്ഞു വിടുക, ഏതാനും പേരെ നിൻ്റെ കൂടെ നിർത്തുക. നമ്മൾ സമാധാനത്തിലാണ്. വഞ്ചനയുടെ വാക്കുകളായിരുന്നു അത്. സിറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ട്രീഫോ എന്ന സൈന്യാധിപൻ നടത്തിയ വഞ്ചന. കാരണം തൻ്റെ മുന്നേറ്റങ്ങൾക്ക് ജോനാഥാൻ തടസ്സമാകും എന്ന് ഇയാൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു വഞ്ചനയുടെ മുൻപിൽ മക്കബായരുടെ മഹാനായ നേതാവ് ജോനാഥാൻ മരണമടയുന്നതോടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. എന്തായിരിക്കും ഇനി മക്കബായരുടെ ഭാവി എന്ന് അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായം വായിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം.